സ്പോട്ട്ലൈവ് തുടരുന്നു. എറണാകുളം കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് സ്വർണവും മൊബൈലും കവർന്ന സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ നില മെച്ചപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയ കണ്ണൂർ സ്വദേശിനിയാണ് ആക്രമിക്കപ്പെട്ടത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഏറെ ഞെട്ടലുളവാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. നമുക്കറിയാം, ഈ കൊച്ചി നഗരം, കൊച്ചിയും സമീപ പ്രദേശങ്ങളൊക്കെ രാത്രികാലങ്ങളിലും വളരെ സജീവമാണ്. നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവരാണ്. ജോലി രാത്രി സമയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നൊരു നഗരമാണെന്ന് നമ്മൾ കരുതുന്ന, നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അവിടെയും എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാക്കുന്നതാണ് ഈ ഒരു കവർച്ചാ കേസ്. പക്ഷേ ഇതുവരെയും അതായത് ഏകദേശം ഒരു 35-40 മണിക്കൂർ പിന്നിടുകയാണ് ഈ സംഭവം നടന്നിട്ട്. ഇതുവരെയും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടാണ് ഈ ഒരു സംഭവം നടന്ന് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്, അന്വേഷണം നടത്തേണ്ടതാണ്. ഏതെങ്കിലും വീഴ്ച അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പോലീസിന് സംഭവിച്ചിട്ടുണ്ടോ? കളമശ്ശേരി പോലീസ് പറയുന്നത് അവരിപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്ന, അതായത് ഈ മോഷണം നടന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ CCTV ഇല്ല. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. 30 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു യുവാവാണ് ഇതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഈ മോഷണ ശ്രമത്തിനിടെ പെൺകുട്ടിയുടെ മാലയും ഒരു കമ്മലുമാണ് മോഷ്ടിച്ചത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും മോഷ്ടാവ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. എത്രയും വേഗം പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കളമശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. പെൺകുട്ടി ഏതായാലും ആശുപത്രി വിട്ടിട്ടുണ്ട്. ഇന്നത്തോടുകൂടി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വിശദമായ മൊഴി പോലീസിന് നൽകിയിട്ടുമുണ്ട്. പെൺകുട്ടി പറയുന്നതനുസരിച്ചാണ് ഈ 30 വയസ്സിനോട് അടുത്ത് പ്രായമുള്ള ഒരു യുവാവാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും സമീപ പ്രദേശത്ത് ഈ സംഭവം നടന്നയിടത്ത് CCTV ഇല്ലാത്തതാണ് ഒരു തിരിച്ചടിയായി പോലീസ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും ഈ മൊബൈൽ ഫോൺ ദൃശ്യങ്ങളും മറ്റ് CCTVകളും കേന്ദ്രീകരിച്ച് എത്രയും വേഗം പ്രതിയെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഈ സംഭവം നടന്നത് 2 ദിവസമായി സംഭവം നടന്നിട്ട് എന്നിട്ടും ഇതുവരെയും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പെൺകുട്ടി ഈ സമയത്ത് തന്നെ പോലീസിന് കൃത്യമായി മൊഴി നൽകുകയും ചെയ്തു. പെൺകുട്ടിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. മാലയും കമ്മലും മൊബൈൽ ഫോണുമാണ് മോഷണം പോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും CCTV HMT കവലയ്ക്ക് സമീപത്തുള്ള കടയിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു മോഷണം നടക്കുകയും പെൺകുട്ടിയുടെ മാലയും അതോടൊപ്പം തന്നെ ഒരു കമ്മലുമാണ് പ്രതി പൊട്ടിച്ച് ഓടിയത്. മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു, ബാഗും ഉണ്ടായിരുന്നു യുവാവിന്റെ കയ്യിലെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നവമി, ഇതുവരെയും CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഇത് ഏകദേശം ഒരു നഗരപ്രദേശമാണ്, നഗരമേഖലകളാണ്. എവിടെയെങ്കിലുമൊക്കെ CCTVകൾ നിരവധി സ്ഥലങ്ങളിൽ ഉള്ളതാണ്. അങ്ങനെ CCTVകൾ ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നില്ല. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം പ്രതിയെ പിടികൂടുമെന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ അത് ശേഖരിച്ചിട്ടുണ്ടാകും. പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായതിനാൽ കൂടുതൽ ദൃശ്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് തൽക്കാലം നൽകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്ക് പിന്നാലെ തന്നെ ഉണ്ട് തങ്ങൾ എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവതിയെ ആക്രമിച്ച്
സ്വർണം കവർന്ന് പ്രതിക്ക് വേണ്ടി കഴിഞ്ഞ 35-40 മണിക്കൂറിലധികമായി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.